ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് രാവിലെ ഉമ്മ വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഡ്യൂട്ടി മെല്ലെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുക്കിങ്ങിൻ്റെ ഒരു ABCD പഠിച്ചത് എൻ്റെ ഉമ്മ വീട്ടിലില്ലെങ്കിലോ അല്ലെങ്കിൽ എൻ്റെ ഉമ്മക്ക് എന്തെങ്കിലും സുഖമില്ലെങ്കിലോ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ എൻ്റെ കുക്കിംഗ് ചെറുതായിട്ടെങ്കിലും പഠിച്ചത്. നമ്മൾ ഏതെങ്കിലും കുഴിയിൽ വീണു പോവുകയാണെങ്കിൽ അവിടെ നിന്ന് നേരെ കര കയറാനുള്ള കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി എൻ്റെ ഉമ്മ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്തെങ്കിലും സൈഡിലുണ്ടാവും കേട്ടോ. കട്ട് ചെയ്ത് കൊടുക്കാനോ പാത്രം കഴുകാനോ വൃത്തിയാക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അടുക്കളയിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കണ്ടും പരിചയമുണ്ട് കേട്ടോ എങ്ങനെ ഉണ്ടാക്കേണ്ടത് അങ്ങനെയൊക്കെ ഉള്ളത് കണ്ടും പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ടാവും കേട്ടോ. ആ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ ഓരോന്നിങ്ങനെ ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ പഠിച്ച സാധനമാണ് കേട്ടോ ഈ പത്തിരിയൊക്കെ. ആദ്യമൊന്നും ഈ പത്തിരിയൊന്നും ഉണ്ടാക്കിയാൽ ഒരിക്കലും റെഡി ആവില്ലായിരുന്നു. ഒന്നെങ്കിൽ വെള്ളം കൂടിപ്പോവും, അല്ലെങ്കിൽ തീരെ വെള്ളം ഉണ്ടാവില്ല, ഒന്നെങ്കിൽ നല്ല ലൂസായി പോവും. അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയായിരുന്നു. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം ഈ പത്തിരി ചിക്കൻ കറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ ഉമ്മേൻ്റെ അതേ സെയിം സ്റ്റൈലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് കേട്ടോ. എൻ്റെ വീട്ടിലൊക്കെ ഈ പത്തിരി ഉണ്ടാക്കുന്നത് നമ്മൾ വെള്ളം ചൂടാക്കിയിട്ട് പത്തിരിപ്പൊടിയിലേക്ക് വെള്ളം ഒഴിക്കാട്ടോ ചെയ്യുക. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലൊക്കെ നേരെ വെള്ളം ചൂടാക്കിയിട്ട് വെള്ളം ചൂടാക്കിയതിലേക്ക് പത്തിരിപ്പൊടി ഇടാട്ടോ ചെയ്യുക. എനിക്ക് ആ ഒരു സ്റ്റൈല് അറിയുന്നില്ലായിരുന്നു. അത് എത്ര എടുക്കണം എങ്ങനെ എടുക്കണം എന്നുള്ളത് എനിക്ക് അറിയുന്നില്ലായിരുന്നു. പക്ഷെ ഞാൻ 2 സ്റ്റൈൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ കോഴിക്കോടുകാർക്ക് ഇതൊരു മെയിൻ ഐറ്റം ആയതുകൊണ്ട് തന്നെ എങ്ങനെ ഉണ്ടാക്കിയാലും ഇത് ഓക്കെയാണ്. സംഭവം ഞാനിന്ന് മുളകിട്ട ചിക്കൻ കറിക്ക് പകരം മലായി ചിക്കൻ ഉണ്ടാക്കാനായിരുന്നു ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ രാവിലെ അതിൻ്റെ റെസിപ്പി നോക്കിയിരുന്ന് എൻ്റെ ടൈം ഫുള്ള് പോയി. സംഭവം ഞാൻ 6:30 എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ എൻ്റെ റെസിപ്പി നോക്കിയിരുന്നു കേട്ടോ. മലായി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഗ്രീൻ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഫുൾ റെസിപ്പി നോക്കിയിരുന്നിരുന്നെന്ന്. പക്ഷേ ലാസ്റ്റ് ഉണ്ടാക്കിയതാണെങ്കിൽ മുളകിട്ട ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് പരമാർത്ഥ സത്യം. റെസിപ്പിയൊക്കെ നോക്കിയിട്ട് കിച്ചണിലെത്തുമ്പോഴേക്ക് 7:45 8 മണി ആയിട്ടുണ്ട് ഏകദേശം. 9 മണിക്കാണെങ്കിൽ ഇന്ന് സ്കൂളിൽ പോവുകയും വേണം. ഇത്ര സ്പീഡിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. കുറച്ച് ദിവസമായിട്ടുള്ളൊരു പൂതിയായിരുന്നുണ്ടോ ഈ പത്തിരിയും ചിക്കൻ കറിയും കഴിക്കണം എന്നുള്ളത്. അപ്പോൾ ചിക്കൻ കറി ഒന്ന് വെറൈറ്റി ആയിട്ട് പിടിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എൻ്റെ ആഗ്രഹം പോലെ തന്നെ നല്ല പത്തിരിയും നല്ല മുളകിട്ട ചിക്കൻ കറിയും കഴിച്ചിട്ട് എൻ്റെ മനസ്സങ്ങ് നിറഞ്ഞു.